പള്ളിക്ക് കാവലാളായി നാടിൻ്റെ സ്വന്തം വാസുവേട്ടൻ. വേങ്ങര ചെറൂരിലെ തടത്തിൽ പള്ളിയുടെ കാവലാളും പള്ളി ശുചീകരിക്കുന്നതോ വാസുവാണ്. രോഗിയായ വാസുവിന് സഹായമായി പള്ളി കമ്മിറ്റിയാണ് വാസുവിനെ ഈ ജോലിക്ക് നിയമിച്ചത്. മതമല്ല മനുഷ്യനാണ് വലുതെന്ന വലിയ പ്രഖ്യാപനമാണ് പള്ളി കമ്മിറ്റി ഈ തീരുമാനത്തിലൂടെ നടത്തുന്നത്. വേങ്ങരയിലെ മനുഷ്യരെല്ലാവരും ഒന്നിച്ച് എന്ത് കാര്യത്തിനും ഒന്നിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതും അത്തരം ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളതും. ആ ചരിത്രത്തിന് പിൻബലമേകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. മതമൈത്രിക്ക് എന്നും പേരുകേട്ട നാടാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്ന് 5 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ചെറൂരിനപ്പുറം തടത്തിൽ എന്ന ഗ്രാമത്തിലെത്തും. ഇവിടെയുള്ള ഒരു ചെറിയ നിസ്കാരപ്പള്ളിയാണ് സെയ്ദ് റാഷിദ് പള്ളി. പ്രദേശത്തെ ഏതാനും വിശ്വാസികൾ മാത്രം നമസ്കാരത്തിനെത്തുന്ന ഒരു ചെറിയ നമസ്കാരപ്പള്ളിയുണ്ട് ഇവിടെ. ഈ പള്ളിയുടെ കാവലാളും ശുചീകരണവുമൊക്കെ ഇന്ന് പ്രദേശവാസി കൂടിയായ വഴിപ്പറമ്പത്ത് വാസുവാണ് ചെയ്യുന്നത്. നാട്ടുകാരുടെ സ്വന്തം വാസുവേട്ടൻ. കഠിനമായ ജോലി ചെയ്യാൻ ആരോഗ്യം സമ്മതിക്കാത്ത വാസുവിനെ പള്ളി കമ്മിറ്റി ഭാരവാഹികളാണ് പള്ളിയുടെ ശുചീകരണത്തിനും മറ്റുമായി നിയമിച്ചത്. 3 വർഷം മുൻപ് പള്ളി ഉദ്ഘാടനം ചെയ്തതു മുതൽ വാസുവും ഈ പള്ളിയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഈ പള്ളിയിൽ എത്ര വർഷമായിട്ടുണ്ട്? ഞാനൊരു 3 വർഷത്തോളത്തിന് മേലായി. അതായത് ഈ പള്ളി കുറ്റിയടി തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ഈ പള്ളിയിൽ ഉള്ളതാണ്. ഞാൻ രോഗിയായതുകൊണ്ടാണ് എനിക്കിവിടെയുള്ള കമ്മിറ്റിക്കാർ നല്ലൊരു ഉപകാരമായിട്ടാണ് ഈ ജോലി തന്നത്. ഭാരപ്പെട്ട ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു 5 കിലോൻ്റെ മുകളിലൊക്കെ ഞാൻ പൊക്കുകയാണെങ്കിൽ എനിക്കപ്പോൾ ഈ ബ്ലഡ് വൊമിറ്റിങ് ചെയ്യും. അപ്പോൾ ഒന്നിനും കഴിയില്ല. അപ്പോൾ മരുന്നിനൊക്കെ ചില്ലറ തുണ്ട് പൈസ ഒക്കെ തന്നിട്ട് ഇവരെന്നെ സഹായിക്കുന്നുണ്ട്. പക്ഷേ തികയില്ല. പിന്നൊക്കെ നമ്മളെ സുഹൃത്തുക്കളുടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഒക്കെയാണ് പരിപാടി. വേറെ കാര്യമായിട്ട് ഇടയ്ക്ക് നന്നാക്കി വെള്ളമടിച്ച് ടാങ്കിൽ, ഇതിന് മുകളിൽ ടാങ്കുണ്ട്, ടാങ്കിലൊക്കെ വെള്ളമടിച്ച് എപ്പോഴും ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഒരു കാവലാളെ പോലെ തന്നെ ഏത് ടൈമിലും ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യർ ഒന്നായി വാഴുന്ന ചേറൂരിൽ തങ്ങൾക്കൊപ്പം എന്നുമുണ്ടായിരുന്ന മനുഷ്യന് ഒരു കൈത്താങ്ങാകുക എന്നത് മാത്രമാണ് തങ്ങൾ ചിന്തിച്ചതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹിയായ കുഞ്ഞുമൊയ്തീൻ കുട്ടി പറയുന്നു. വാസുവേട്ടൻ ഞങ്ങൾ വളരെ മുമ്പ്, എന്നാലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അറിയുന്നതാണ്. അദ്ദേഹം ഇവിടുത്തെ എല്ലാ നന്മയുടെ കൂടെയും ഉള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഇവിടെ മഞ്ഞാങ്ങര എന്ന് പറയും, ഇവിടുന്ന് അടുത്ത് അവിടെ ഒരു NGO ഉണ്ട്, പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അവരും നാട്ടുകാരും കൂടി ഉണ്ടാക്കിയ ഒരു 10 വീടുകളുണ്ട് അവിടെ. ആ വീടുകളുടെ എല്ലാ പ്രവർത്തനത്തിലും അതിൻ്റെ തറപ്പണി മുതൽ അതിൻ്റെ ഉദ്ഘാടനം വരെ അദ്ദേഹം ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ പള്ളിയുടെ പ്രവർത്തനത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. അന്നൊക്കെ അത്യാവശ്യം അദ്ദേഹത്തിന് അധ്വാനിക്കാൻ കഴിയുന്ന ഒരു ശേഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് അധ്വാനിക്കാൻ വയ്യ, അദ്ദേഹത്തിന് അസുഖമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം മാറി നിൽക്കാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞു പോകണം. അതിൻ്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുടുംബമൊക്കെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം എന്നുള്ളതിൽ അദ്ദേഹത്തിനോട് ചെയ്യാൻ കഴിയുന്നൊരു ജോലി ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഇപ്പോഴല്ല നാട്ടിലും ഈ മതിലുകളൊക്കെ ഉയർന്നത്. നേരത്തെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പഴയ കാലത്ത് ആ രീതിയിൽ തന്നെയാണ് ഈ വേങ്ങര പ്രത്യേകിച്ച് ചെറൂർ പ്രദേശത്തൊക്കെ ആളുകൾ ജീവിച്ചു പോകുന്നത്. അതിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലുള്ള മതിലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഭാഗങ്ങളിലൊന്നുമില്ല. അപ്പം നമ്മുടെ ചെറൂർ, മലപ്പുറം ഭാഗങ്ങളിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വാസുവേട്ടനെ ഇവിടെ ജോലിക്ക് വെക്കുമ്പോൾ അതൊരു എന്തെങ്കിലും ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തതല്ല. ദൈവപ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു ജോലി കൊടുത്താന്നേ ഉള്ളൂ. വാസുവേട്ടനെ നമ്മൾ ചെറുപ്പം മുതൽ അറിയുന്ന ആളാണ്. ഇവിടെ തന്നെയല്ലേ വീട്. 7 വർഷമായി കരൾ സംബന്ധമായ രോഗിയാണ് വാസു. ഭാരമുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാസത്തിൽ 1 തവണ ആശുപത്രിയിൽ പരിശോധനയ്ക്കും പോകണം. ഞാൻ വല്ലാതൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കലില്ല. പക്ഷേ നമുക്ക് സഹായം വരുന്ന കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക, ഇപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഈ മറ്റേ എൻഡോസ്കോപ്പി ചെയ്ത് കെട്ടിട്ടിരിക്കുകയാണ്. ഈ ചെറിയ ഞരമ്പുകൾ പൊട്ടിയിട്ട് രക്തം. ഇപ്പം ഇന്നലെ രാത്രി കുറച്ചുണ്ടായി. സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇനി അടുത്ത ആഴ്ച പോകാണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഭയങ്കര ചിലവാണ്, മരുന്നിനൊക്കെയാണ് ഭയങ്കര പൈസ. മരുന്നിനും ചികിത്സയ്ക്കും വീട്ടുചെലവിനുമെല്ലാമായി വാസുവിന് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തികയില്ലെങ്കിലും പള്ളി കമ്മിറ്റിയുടെ ഈ സഹായഹസ്തം വാസുവിന് ഒരുപാട് ആശ്വാസമാണ്. ഭാര്യ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന വരുമാനം കൂടി ചേർത്താണ് ചിലവുകൾ മുന്നോട്ടു പോകുന്നത്. 3 മക്കളും അടങ്ങുന്നതാണ് വാസുവിന്റെ കുടുംബം. സുമനസ്സുകൾ കനിഞ്ഞാൽ വാസുവിന് ചികിത്സയും വീട്ടുചെലവും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സഹായിക്കാൻ മനസ്ഥിതിയുള്ളവർക്ക് വാസുവിന്റെ മകളുടെ ഗൂഗിൾ പേ നമ്പറിൽ സഹായവും അയക്കാം. ഗൂഗിൾ പേ നമ്പർ 9072215399. നമ്പർ ഒരിക്കൽ കൂടി 9072215399. മതസൗഹാർദ്ദത്തിന് ഏറെ പേരുകേട്ട മലപ്പുറത്ത് അതിനേക്കാൾ ഏറെ സൗഹാർദ്ദത്തിലും ചങ്ങാത്തത്തിലും കഴിയുന്നവരുടെ നാടാണ് വേങ്ങര ചേറൂർ. മുൻപ് കാർഷിക ഗ്രാമമായിരുന്ന ചേറൂരിൽ ഇന്ന് കൃഷി ഇല്ലാതെ ആയെങ്കിലും ആ നാട്ടുനന്മ ഇന്നും ചേറൂരിൻ്റെ മണ്ണിനെ വിട്ടുപോയിട്ടില്ല. അത്തരമൊരു നാട്ടുനന്മയുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം MP ജംഷീർ, കേരള വിഷൻ.